എൻ്റെ പേര് മിനി. ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മിനീസ് കിച്ചൻ. എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനൊരു പുതിയ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ ഒരു തുള്ളി എണ്ണ ഇല്ലാതെ തേങ്ങാപ്പാലിൽ നമ്മൾ ചിക്കൻ വേവിച്ച് വരട്ടിയെടുക്കുന്നതാണ്. ഒക്കെയാണെന്ന് പറയാം. ഓക്കെ, 1 സ്പൂണ് മുളക് പൊടി, കാശ്മീരി ചില്ലി, അര സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് എരിവുള്ള മുളക് പൊടി, കുറച്ച് കുരുമുളക്, ഒരു 1.5 സ്പൂൺ മതി, കുറച്ച് കറി മസാല. ഇതിപ്പം നമ്മൾ പൊടിച്ചതല്ല, അല്ലാതെ സാധാ ഇതാണ്. അതിട്ടാലും മതി, ഇല്ലെങ്കിൽ പൊടിച്ചതിട്ടാലും മതി. ഇത് നമുക്ക് നല്ല വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചിട്ട് വരാം. ഒന്ന് 600 ചിക്കനുണ്ട്. അത് നമുക്ക് ചട്ടിയിലോട്ട് വയ്ക്കാം. നമുക്ക് ഈ മസാല ഇതിലൊഴിച്ച് നമുക്കതിൽ ആഡ് ചെയ്യാം. ഇതിലടുത്ത് ഒരു സ്പൂൺ ഉപ്പിടാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വരവുക. നമ്മളിതെല്ലാം മസാലയിലും ഇതിനകത്ത് ആഡ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ആഡ് ചെയ്യും. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് ഇതിന്ന് എണ്ണ തെളിഞ്ഞ് വരും. തെളിഞ്ഞ് വന്ന് നമുക്കിത് വേവിച്ച് വെള്ളം ഇതായി വരട്ടിയെടുക്കുക ചെയ്യുന്നത്. ഒരു തുള്ളി എണ്ണ പോലെ നമ്മൾ ഒഴിച്ചിട്ടില്ല. ഈ തേങ്ങയിൽ നിന്ന് വരുന്ന എണ്ണയാണ് തെളിഞ്ഞ് വന്ന് നമുക്കിത് വരട്ടിയെടുക്കേണ്ടത്. ഓക്കെ, നമുക്കിനി ഇത് അടുപ്പിലാക്കാം. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. നമുക്കിത് തുറന്ന് നോക്കാം എന്തായെന്ന്. ഒരു കാര്യം മറന്നുപോയി, കരിവേപ്പില ഇടാൻ മറന്നുപോയി. നമുക്കൊന്ന് കരിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്കിതൊന്ന് ഇളക്കി കുറച്ച് ചിക്കൻ ഇനി കുറച്ചുകൂടെ വേകാനുണ്ട്. ഇതിൽ കിടന്ന് വെന്ത് നല്ല വറ്റി വരണം, എണ്ണയൊക്കെ തെളിയണം. ഉപ്പൊണ്ടോയെന്ന് നോക്കട്ടെ.
ഉപ്പൊക്കെ കറക്റ്റാണ്, കുറച്ചുകൂടെ വേകാനുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് വെന്തോ നോക്കാം. വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്, ഇനി കുറച്ച് വേവാനുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ആ സമയം കൊണ്ട് കുറച്ചുകൂടെ വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു ഡിഷ് ചെയ്യാം. നമ്മൾ കുറച്ച് ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരു സ്പൂൺ നല്ലെണ്ണ ഒഴിക്കണം. ഒരു സ്പൂണ് 1.5 സ്പൂൺ. എന്നിട്ട് നല്ല ഇളക്കണം. നമുക്ക് അടുപ്പ് കത്തിക്കാം. കടുക് വറുക്കാൻ ഉണക്കമുളക്, കപ്പലണ്ടി, കടല, പൊട്ടുകടല, കടുക്, നല്ലെണ്ണ, പിന്നെ നാരങ്ങയും കൂടെ ലാസ്റ്റ് ഒഴിക്കും. കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം. കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കുറച്ച് എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുകിടാം. കടുക് പൊട്ടട്ടെ. കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. വറുത്തിട്ട് കടല ഇട്ടു. അത് കുറച്ച് നല്ല വരണ്ടിട്ട് നമുക്കടുത്തത് മുളക് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക്, കരിവേപ്പിലയും. നല്ല ഇതൊന്ന് മൂക്കട്ടെ. ഒന്ന് ഗോൾഡൻ ശകലം നിറം മാറുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. ഓയിലോട്ട് നമുക്കിനി നാരങ്ങ ആഡ് ചെയ്യാം. ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് നമുക്കിതിലോട്ട് നാരങ്ങ ആഡ് ചെയ്യാം. നല്ല സ്വാദായിരിക്കും കഴിക്കാൻ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് ചോറിലോട്ട് ഒഴിക്കാം. ഓക്കെ, പൊടി കൂടെ ഇതിൽ ആഡ് ചെയ്യാം. മറന്നുപോയി അതിൽ ആഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അത് കുഴപ്പമില്ല, എണ്ണ ചൂടുള്ളത് കൊണ്ട് കുഴപ്പമില്ല, അതിൽ ഇതായിട്ട് ആയിക്കോളും. ഇനി നമുക്കിത് ചോറിലോട്ടൊന്ന് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റായിരിക്കും ഇത് കഴിക്കാൻ. നമ്മുടെ ചിക്കൻ ഡിഷുമായിട്ട് കഴിച്ച് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. ഒന്നുണ്ടാക്കി നോക്കണം എല്ലാവരും. ഓക്കെ, നമ്മൾ ഇതൊന്ന് നല്ല ഇളക്കി കൊടുക്കണം. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആവണം. നമുക്കിത് തുറന്ന് നോക്കാം. ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനി ഇളക്കി കൊടുക്കാം. ഇളക്കി നല്ല വറ്റി ഇനി എണ്ണ തെളിഞ്ഞ് ഇനി നമ്മൾ ഇതിലോട്ട് എണ്ണ തെളിഞ്ഞ് വരണം. അതുവരെ നമ്മൾ വരട്ടിക്കൊണ്ടിരിക്കണം. നമുക്കിതിലോട്ട് ഉപ്പൊന്ന് നോക്കാം.
എല്ലാം കറക്റ്റാണോ പാകമാണോ എന്നൊക്കെ. എല്ലാം കറക്റ്റാണ്. എരിവും ഉപ്പും എല്ലാം നല്ല ടേസ്റ്റാണ്. നല്ല വരട്ടി നല്ല എണ്ണ തെളിഞ്ഞ് വരണം. കുറച്ചുകൂടെ ചാറ് വറ്റാനുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കഴിക്കാൻ തോന്നത്തേ ഉള്ളൂ. നല്ല എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. കുറച്ചും കൂടെ വരട്ടിയെടുക്കണം. എണ്ണ തെളിഞ്ഞ് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഏകദേശം നന്നായിട്ടുണ്ട്. നല്ല ചെറിയ ഉള്ളി നന്നായിട്ട് ഇട്ടതിൻ്റെ ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയാണ് നന്നായിട്ട് കൂടുതൽ എടുക്കേണ്ടതിന്. സവാള എടുക്കരുത്. ചെറിയ ഉള്ളി എടുത്ത് നല്ല ഇതാക്കി ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ലതുപോലെ വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ചട്ടി ഇരുന്ന് തന്നെ ബാക്കി ചൂടിൽ അത് നല്ല സെറ്റാവും. ചിക്കൻ നമുക്കിനി ഇത് ഓഫാക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി ഇതിൻ്റെ ചൂടി ഇരുന്ന് ബാക്കി കൂടെ അത് വറ്റി സെറ്റാകും. ഓക്കെ. ഓഫ് ചെയ്യാം. 2 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഇത് നമ്മളിപ്പോൾ നേരത്തെ എടുത്ത് വെച്ച ചോറ് സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഡിഷുമായിട്ട് ചോറ് വെച്ച് കഴിക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഞാനിനി അടുത്ത ഡിഷുമായിട്ട് അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.